ഉമർ മൗലവിയുടെ മകനുമായി ബന്ധപ്പെട്ട വിഷയം പരിഹാസ്യമായി അവതരിപ്പിച്ചപ്പോൾ ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ മറ്റൊരു രംഗം കാണിച്ചു തരാം. മാനു മുസ്ലിയാരുടെ മകൻ, ആ മാനു മുസ്ലിയാരുടെ മകനെ പറ്റി ഇവരുടെ ഒരു സഖാഫി പ്രസംഗിക്കുന്നുണ്ടെന്ന് കേൾക്കുക. അതേ സമയത്ത് കരുവാരക്കുണ്ട് മാനൂരയുടെ മകൻ വൈകുന്നേരമായ ചുടുവെള്ളം കുടിച്ച് കാല് നാനാലുമ്പരാന്ന് പറയാതെ ഞങ്ങളുടെ പേര് ഞങ്ങൾക്കതിന് പരിമിതമായതല്ല. അത് പറയാനല്ല ഞങ്ങളുടെ പേര്, അത് പറയാൻ ഞങ്ങളുടെ അജണ്ടയുമല്ല. അതുകൊണ്ട് എന്തേ കരുവാരക്കണ്ട് മുസ്ലിയാരുണ്ടല്ലോ, അയാൾ നമ്മൾ ചുടുവെള്ളം കുടിച്ചിട്ട് 4 ഗവൺമെന്റ് വരുന്നത് അത് പറയാനല്ല ഞങ്ങളുടെ ഡ്യൂട്ടി. ആരാ പറഞ്ഞത്? ഏതായി സക്കാഫി എസ്എസ്എമാർക്ക് ശരിക്കും മനസ്സിലാവൂലേ? നമ്മുടെ നാട്ടിലൊക്കെ അടുക്ക് വന്നതല്ലേ ഈ സക്കാഫി. ആരെ കുറിച്ചാ പറഞ്ഞത്? മാനു മുസ്ലിയാരുടെ മകനെ കുറിച്ച്. ശരി, മാനു മുസ്ലിയാർക്ക് ആരെ കുറിച്ച് കട പറ്റിയത്? മാനു മുസ്ലിയാർ എന്താ പഠിച്ചതിന്റെ അർത്ഥം? മാനു മുസ്ലിയാർ പഠിച്ചതാണ്. മുസ്ലിയാർ പറയണം ഉമർ മൗലവിയുടെ മകനെ കാണിച്ച് ആ മകന്റെ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ആസ്വദിക്കുമ്പോ ഓർക്കണം സ്വന്തം താഴെത്തിൽപ്പെട്ടവർ മാനു മുസ്ലിയാരുടെ മകനെ കുറിച്ച് പറഞ്ഞത്. മനസ്സിലായില്ലേ? മാനു മുസ്ലിയാർ എന്ത് പഠിച്ചു? മാനു മുസ്ലിയാരുടെ ആദർശം തെറ്റാണെന്നാണോ ഇതിന്റെ അർത്ഥം? നോക്കൂ, മാനു മുസ്ലിയാറിനെ കാണിക്കേണ്ടിയില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനെ പറ്റി അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. ഇതാപ്പോ വലിയ ആഘോഷം. എത്ര സമയം മുപ്പര് ചെലവഴിച്ചു എന്നറിയോ? എന്നിട്ട് ആ കത്ത് കൊടുക്കുന്ന രംഗവും എന്തൊക്കെയാ കാണിച്ചത്? ആഘോഷമല്ലേ, പെരും ആഘോഷം എന്ന് പറയാനുണ്ട്.